കരോതി സുഹൃതി എന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആ അഖണ്ഡാനുഭൂതി എന്നാൽ എന്താണ്? അതായത് യാതൊന്നും തെല്ലും പലതല്ല എന്നുള്ള നമ്മുടെ ആ അദ്വൈത അനുഭവം, അദ്വൈത ചിന്തയാണ് ഈ അഖണ്ഡാനുഭൂതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ അഖണ്ഡാനുഭൂതിയിൽ എത്തുക എന്ന് പറഞ്ഞാൽ സർവ്വതും ഒന്നാണ്. അതായത് എല്ലാത്തിനുമുള്ള ആ ഏകത്വ ഭാവത്തെ തിരിച്ചറിയാനുള്ള നമ്മുടെ ആ സ്ഥിതപ്രജ്ഞത, അതാണ് നാം ഓരോരുത്തരും കൈവരിക്കേണ്ടത്. അങ്ങനെ നമ്മളിലെ പ്രകാശമാണ് മറ്റൊരുവരിൽ സ്ഫുരിക്കുന്നത് എന്ന ആ സത്യം നാം മനസ്സിലാക്കിയാൽ മറ്റുള്ളവരോട് യാതൊരുവിധ ദ്വേഷവും നമുക്ക് ഉണ്ടാവുകയില്ല. അതായത് സ്നേഹം കൊണ്ട് ദ്വേഷത്തിന്റെ കൂരമ്പുകളെ നമുക്ക് ഭഞ്ജിക്കാൻ സാധിക്കുമെന്ന സന്ദേശമാണ് നമ്മുടെ മഹാരഥന്മാർ നമുക്കായി പകർന്നു നൽകിയത്. അതുപോലെ അദ്വൈത പൊരുളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അറിവ്, അതായത് കഴിഞ്ഞ വർഷം എനിക്ക് ഇവിടെ ചൊല്ലാൻ അവസരം ലഭിച്ച ഒരു സ്തോത്രകൃതിയാണ്, സ്തോത്രകൃതിയല്ല ദാർശനിക കൃതിയാണ്, ശ്രീ നാരായണ ഗുരുസ്വാമികളുടെ ദാർശനിക കൃതിയായ അറിവിൽ പറയുന്നതും നാം എന്താണ്, അതായത് അറിവെന്ന് പറഞ്ഞാൽ തന്നെ ബ്രഹ്മം, അത് സത്യമാകുന്നു. അപ്പോൾ ആ സത്യത്തെ, നമ്മുടെ ഉള്ളിലെ നാം ആരാണെന്നുള്ള ആ സത്യത്തെ തിരിച്ചറിയാനുള്ള പ്രാപ്തിയാണ് നാം ഓരോരുത്തരും ആർജിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രാപ്തി നമ്മുടെ ഋഷീശ്വരന്മാരാലും ഗുരുക്കന്മാരാലും എഴുതപ്പെട്ട ഇത്തരം ഗ്രന്ഥങ്ങളിൽ നിന്ന് നാം ഓരോരുത്തരും അതിൻ്റെ ഗുണപാഠങ്ങൾ സ്വീകരിച്ച് ആത്മാനുഭൂതി കൈവരിച്ച് പരമാനന്ദ സ്വരൂപനെ തിരിച്ചറിഞ്ഞ് സ്ഥിതപ്രജ്ഞതയാർജിച്ച് ദ്വൈതഭാവം വെടിഞ്ഞ് സ്ഥിതപ്രജ്ഞരായി ഉയരുവാനും അദ്വൈത മഹാത്മ്യം ഈ സമൂഹത്തിലാകെ വ്യാപിപ്പിക്കുവാൻ വരും തലമുറയ്ക്ക്, ഞാൻ ഉൾപ്പെടുന്ന വരും തലമുറയ്ക്ക് കഴിയുവാൻ സാധിക്കും എന്ന പ്രത്യാശയോടെ അതിനായി ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.